അപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് ചെറിയൊരു ട്രിപ്പ് പോകണം. 2 ഡേയ്സ് ട്രിപ്പാണ്. മൂന്നാറിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വഴിയിൽ കുറച്ച് ഫുഡ് വാങ്ങാനായിട്ട് നിന്നതാണ്. സമയം ഇപ്പോൾ ഏകദേശം 1:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കുറ്റിക്കാനം എത്തി. ഇവിടെ നമ്മളിനി എന്തായാലും നേരെ കട്ടപ്പനയ്ക്ക് പോകണം. അപ്പോൾ അവിടെ ഒരു റൂം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് രാവിലെ അവിടെ നിന്ന് നമ്മൾ വെളുപ്പിനെ നമ്മളൊരു മൂന്നാറിന് പോകാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ എന്തായാലും കുറ്റിക്കാനം നമ്മൾ പിന്നെ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ കട്ടപ്പന എത്തിയായിരുന്നു. കട്ടപ്പനയിൽ നമ്മൾ രാത്രി സ്റ്റേ ആയിരുന്നു. ട്രിവാൻഡ്രത്ത് നമ്മൾ തിരിച്ചത് 8 മണിക്കാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഇന്ന ഹോട്ടൽ ഇതായിരുന്നു, സ്കൈ റോക്കിന്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ രാത്രി നൈറ്റ് ഇന്നലെ റൂം എടുത്തിരുന്നത്. അപ്പോൾ നമ്മളിന്ന് എന്തായാലും ഇവിടുന്ന് ഫ്രഷപ്പ് ആയിട്ട് രാവിലെ ഇറങ്ങണം. ഫുഡ് കഴിക്കണം. ഫുഡ് നേരെ മൂന്നാർ പോവാണ്. അപ്പോൾ കട്ടപ്പന തിരിച്ച് നമ്മളിപ്പോൾ നിൽക്കുന്ന ആനയിറങ്കൽ ഡാമാണ്. അപ്പോൾ നല്ല ചെറിയ കോടയൊക്കെ ഇറങ്ങി നിൽക്കുകയാണ്. സമയം ഇപ്പോൾ ഏകദേശം 12 മണി ആയിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് വൈകിട്ട് സമയത്തേക്ക് കൂടെ വന്ന് നമ്മൾ നേരത്തേക്ക് വന്നപ്പോൾ 5:00-5:30 വന്ന് ആനയ്ക്കൂടെ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്നതാണ്. ആനയിറങ്കൽ ഡാം എന്നാണ് ഡാമിൻ്റെ പേര്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ നിന്ന് താഴോട്ട് പോകുന്നില്ല. നമ്മളിവിടെ നേരെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഒരു ചായ കുടിച്ച് അതൊക്കെ അടുത്ത യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മളിവിടെ നേരെ ഫസ്റ്റ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്ത് കൊളുക്കുമലയാണ് പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അതൊക്കെ സൂര്യനെല്ലിയിലാണ്. അപ്പോൾ ചെറിയൊരു സ്ഥലമാണ് സൂര്യനെല്ലി. നമ്മൾ ഇവിടെ നിന്ന് തന്നെ കൊളുക്കുമലയ്ക്ക് പോകാനുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ കൊളുക്കുമല ഇപ്പോൾ നമുക്ക് തിരിച്ച് വരാനായിട്ട് ഏകദേശം 2.5 മണിക്കൂർ എടുക്കും. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് പോകാനായിട്ട്. നമ്മൾ നേരത്തെ കൊളുക്കുമലയുടെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ന്യൂ കൽപ്പന ഹോട്ടലുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഹോട്ടലിൽ കണ്ടായിരുന്നു. എന്നാലും കയറാൻ മടി കാരണം കയറി. പക്ഷേ നല്ല ഫുഡാണ് കേട്ടോ. നല്ലൊരു മലയാളി ഒരു ചേട്ടനും ചേച്ചിയുടെ നടത്തുന്നൊരു കടയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് പാസ് എടുക്കണം. പാസ് എടുത്തതിന് ശേഷം ജീപ്പിൽ നമുക്ക് മുകളിലോട്ട് പോകണം. അപ്പം ഇവിടെ നമ്മുടെ സമയം വരുന്നത് 4 മണിക്കാണ് ലാസ്റ്റ് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ എല്ലാ വണ്ടി നമുക്ക് പ്രൈവറ്റ് വണ്ടി ഇവിടെ നിന്ന് കയറ്റി കൊടുത്തില്ല. 2500 രൂപയാണ് കൊളുക്കുമല ഫാക്ടറി വരെ. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഹാരിസൺ സ്റ്റീൽ ഫാക്ടറിയുടെ എൻട്രിയാണ്. പിന്നെ നമ്മുടെ ജീപ്പ് ഇവിടെ നിൽപ്പുണ്ട്. ജീപ്പ് നമ്മൾ 2 ജീപ്പിലാണ് വന്ന് ഇവിടെ നിന്ന് ടീ ഫാക്ടറിയിൽ നിന്ന് പെർമിഷൻ എടുക്കണം. അങ്ങോട്ട് പോയേക്കാണ് പറയാനായിട്ട്. അത് നമ്മൾ ശേഷം ആ പാസ് കാണിച്ച ശേഷം നമ്മൾ പിന്നെയും പോകും. അങ്ങനെ ചെയ്തിട്ടേ പോകുള്ളൂ. അപ്പോൾ നമ്മുടെ ടീ ഫാക്ടറിയിൽ നിന്നൊരു പാസ് ഉണ്ട്. ആ പാസ് എടുത്തതിന് ശേഷം വേണം കൊളുക്കുമല പോകാനായിട്ട്. നമ്മൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇങ്ങനൊരു സെറ്റപ്പ് ഇല്ലായിരുന്നു. നമ്മൾ താഴെ നിന്ന് പാസ് എടുത്ത് നേരെ പോവാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന ശേഷം നമ്മൾ ടീ ഫാക്ടറിയിൽ നിന്നൊരു പാസ് ഉണ്ട്. പാസ് എടുത്തതിന് ശേഷം നമ്മൾ മേലോട്ട് കയറുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ആദ്യമൊക്കെ നല്ല വഴിയാണ്, കുറച്ചൊക്കെ വഴിയൊക്കെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ ഫുൾ ഓഫ് റോഡാണ്. എന്തായാലും കൊളുക്കുമല നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളൊരു 2.5 മണിക്കൂർ എടുക്കും മുകളിലെത്താനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ വന്ന ടൈമിൽ അധികം കോടയൊന്നും ഇല്ല. പക്ഷേ നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പിന്നെ കൊളുക്കുമല വരുമ്പോൾ നിങ്ങൾ ആവശ്യത്തിന് വെള്ളവും ഫുഡൊക്കെ കരുതുക. മേളിൽ അങ്ങനെ നമുക്ക് ഫുഡും ഹോട്ടലൊന്നും ഇല്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഹിൽ ടോപ്പാണ്. അവിടെ പോയിട്ട് കൺവെൻഷൻ തിരിച്ച് വരിക. ജീപ്പ് അവിടെ വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മളെന്തായാലും ഏകദേശം നമ്മൾ യാത്ര വേണ്ട 1/2 മണിക്കൂറായി. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ കാഴ്ച പോകുന്ന വഴിക്കൊക്കെ. ശരിക്കും ഇവിടെ പോകുന്ന വഴിയെന്ന് വെച്ചാൽ ഒരു ജീപ്പ് പോകാനുള്ള വഴിയേ ഉള്ളൂ. ചില ടേണിങ്ങൊക്കെ എത്തുമ്പോൾ നമ്മൾ ശരിക്കും പേടിച്ച് ഒരു സൈഡിൽ നിർത്തുമ്പോൾ മേളിലോട്ട് കയറുന്തോറും നല്ലൊരു കാഴ്ച, വളരെ വ്യത്യസ്തമായൊരു കാഴ്ച തന്നെയാണ്. എന്തായാലും ഈ ജീപ്പ് ട്രാവൽ എന്ന് വെച്ചാൽ ജീപ്പ് സഫാരി നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ പോകുകയാണെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ പോകണം, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എന്തായാലും നമ്മുടെ തൊട്ടുപുറകിൽ ജീപ്പിൽ നമ്മൾ 2 ജീപ്പിലാണ് പോകുന്നത്. തൊട്ടുപുറകിലും ബാക്കിയുള്ളവർ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ കൊളുക്കുമലയുടെ ടോപ്പിലെത്തിയേക്കാണ്. പക്ഷെ അധികം മഴയൊന്നുമില്ല. മഴയും നല്ല വെളുപ്പിനൊക്കെ വേണം, നല്ല കോടയൊക്കെയാണ്. അത് നമുക്ക് അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ പോലും കാണാൻ പറ്റില്ല. ശരിക്കും കൊളുക്കുമല നമ്മൾ സൺറൈസാണ് കാണേണ്ട സംഭവം. ഒരു 4 മണി തൊട്ടാണ് നമ്മുടെ ജീപ്പ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ 4 മണിക്കുള്ള ട്രിപ്പിലൊക്കെ വരണമെങ്കിൽ നമ്മൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം, നേരത്തെ ജീപ്പ് ബുക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മൾ ഈ ടൈമിൽ എത്താതെ നമ്മൾ ഉച്ചയ്ക്കുള്ള ഇതിലാണ് പ്ലാൻ ചെയ്ത് വന്നിരുന്നത്. അപ്പോൾ എന്തായാലും കുട്ടികളെ കൊണ്ടൊക്കെ വരും വളരെ ശ്രദ്ധിച്ചിട്ടാണ്. ഇപ്പം നമുക്ക് നല്ല കാണാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല, നടക്കാൻ പറ്റുന്ന വഴിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് നടന്ന് ഇതിൻ്റെ ഒരു എൻഡുണ്ട്, അങ്ങോട്ടാണ് നടന്ന് പോകേണ്ടത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് എടുക്കും നടന്ന് പോകാനായിട്ട്. ശരിക്കും ഞാനിപ്പം 3ാമത്തെ പ്രശ്നമുണ്ട് കൊളുക്കുമല വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല. അന്നേരം നല്ലൊരു ഫീലാണ് കേട്ടോ. ചെറുതായിട്ട് കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ നല്ല മഴയും ഉണ്ടായിരുന്നു, ചെറിയ മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു, നല്ലൊരു ഫീലായിരുന്നു. ഈ കൊളുക്കുമലയുടെ ഒരു സൈഡ് വന്നിട്ട് കേരളവും ഒരു സൈഡും തമിഴ്നാടുമാണ്. അപ്പം നമ്മളിവിടെ നിന്ന് കുറച്ചും കൂടെ നടന്ന് പോകാനുണ്ട്. അപ്പോൾ മഴയൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് പോവുക. ഇപ്പോൾ ശരിക്കും മഴയത്ത് നല്ല പൊടിയൊക്കെ നടക്കുമ്പോൾ പൊടിയൊക്കെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം 2 പ്രാവശ്യം വന്നപ്പോൾ നല്ല ചെറിയൊരു മഴച്ചാറ്റിലും
ചെറിയൊരു കോടയൊക്കെ നല്ല കോട നിറഞ്ഞ് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 5 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടന്ന് ആ എൻഡിലോട്ട് നടന്നു പോവാണ്. അപ്പോൾ ശരിക്കും നമ്മൾ നടന്ന് കൊളുക്കുമലയുടെ ഇങ്ങനെ അറ്റം എത്തിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും കഴിഞ്ഞ 2 വർഷം ഞാൻ ഇവിടം വരെ വന്നിട്ടുള്ളൂ. പിന്നെ താഴോട്ട് കാണാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ കോട ഇറങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ശരിക്കും ഇവിടെ നിന്ന് താഴോട്ട് ഞാൻ കാണുന്നത്. കഴിഞ്ഞ 2 വർഷം വന്നെങ്കിലും ഈ പ്രാവശ്യം വന്നപ്പോഴാണ് ഇവിടെ നിന്ന് താഴോട്ടൊക്കെ ഇറങ്ങുന്നത്. അപ്പം നല്ല കോടയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇറങ്ങാൻ കുറച്ച് നല്ല കോടയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ സമയത്തൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നടന്നു വെച്ചാൽ പാറക്കല്ലുകളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ എൻ്റെ നടന്ന് പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞങ്ങളിവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. നമ്മൾ ഇറങ്ങി എന്തായാലും പോകുന്ന അറ്റം വരെ നടന്ന് നോക്കണം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ താഴെ കാണുന്നത് നമ്മൾ വന്ന വഴിയിൽ ആ ജീപ്പ് കയറി വരുന്ന വഴിയാണ്. ആ ദൂരെ അവിടെയായിട്ട് കാണുന്നത് നമ്മുടെ ഈ ഇവിടുത്തെ ടീ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന തോട്ടനിറകളുടെ ചെറിയ ചെറിയ വീടുകളാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ എൻട്രി നമുക്ക് 4 മണി വരെ ജീപ്പിൽ കയറാൻ പറ്റുകയുള്ളൂ. അപ്പോൾ 4 മണി 4:15 ലാസ്റ്റ് ജീപ്പ്. അതിനുശേഷം നമുക്ക് പെർമിഷൻ കിട്ടത്തില്ല. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഈ മോർണിംഗ് നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടി വരുവാണെങ്കിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ സൺറൈസ് കാണാനാണ് ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ഹോട്ടലിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തത്, ദ വിൻഡ് മൂന്നാർ. അപ്പോൾ ഇവിടെ കുറച്ച് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. നമുക്ക് 3 റൂമിനും കൂടെ 9,000 രൂപയാണ് ആയത്. അപ്പം എന്തായാലും നമ്മൾ അപ്പോൾ ഇതാണ് നമ്മുടെ വിൻഡ് മൂന്നാർ പറഞ്ഞ നമ്മുടെ റിസോർട്ട്. അപ്പോൾ നമ്മളുടെ ചെറിയ സെറ്റപ്പാണ് എന്നാലും പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ നമ്മളെടുത്തത് ഈ 3 റൂം. ഇത് അതിൻ്റെ അപ്പുറത്തെ റൂം പിന്നെ താഴെയുള്ള റൂമാണ് നമ്മളെടുത്തത്. അപ്പോൾ നമുക്കിങ്ങനെ താഴത്തെ കാഴ്ചയിലൂടെ നോക്കി നോക്കാം. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇത് നമ്മുടെ റൂം തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ റൂമിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പം താഴോട്ടുള്ള അപ്പോൾ ഇവിടെ താഴെ ഒരു ചെറിയൊരു കോട്ടേജും കൂടെ ഉണ്ട്. പിന്നെ അതുപോലെ മേളിൽ നിന്നുള്ള വ്യൂ നല്ല വ്യൂ ആണ്. ഫുഡൊക്കെ ഒരു ആവറേജ് ഫുഡാണ്, കുഴപ്പമൊന്നുമില്ല. സൈഡിൽ അതുപോലെ ആ സൈഡിൽ നിന്ന് അവിടെ നല്ല വ്യൂ ആണ്. ഇതിപ്പോൾ നമ്മുടെ 2 റൂമിൻ്റെയും ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ അവിടെ നിന്ന് താഴെ ഇറങ്ങിയതാണ്. ഇതിൻ്റെ ഫുള്ള് വേറെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ തൊട്ട് ബാക്കിൽ കാണുന്ന ചെറിയ റിസോർട്ട് സ്പൈസ് മൂന്നാർ എന്ന് പറഞ്ഞ റിസോർട്ടാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ ഏറ്റവും താഴെയായിട്ടാണ് റിസോർട്ട് വരുന്നത്.
ഇപ്പം നമ്മൾ ഇവിടുന്ന് റൂമിൽ നിന്ന് ചെക്കൗട്ടൊക്കെ ചെയ്ത് നമ്മൾ നേരെ പോകുന്നത് തേക്കടിയാണ്. തേക്കടി അതുപോലെ പരുന്തുംപാറ, ഈ 2 സ്ഥലമാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ ഇറങ്ങി ഏകദേശം ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ എടുക്കും ട്രാവല്. നമ്മൾ ചിന്നക്കരയിൽ നിന്ന് കുറച്ച് താഴോട്ട് വന്നേക്കാണ്. അപ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് ഇന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. തൊപ്പിയൊക്കെ വെച്ച് ജാക്കറ്റ് എവിടെ പോവാ? തണുപ്പൊന്നും ഇല്ല. നിൽക്കുന്നത് പരുന്തുംപാറയാണ്. ഇപ്പം എന്തായാലും വെക്കേഷൻ കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. തേക്കടി പോയായിരുന്നു. തേക്കടി പോയി ബോട്ടിങ് നടന്നില്ല. തേക്കടി പോകുമ്പോൾ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. ഓൾറെഡി വെക്കേഷൻ ടൈം വേണ്ടി ഫുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ബോട്ടിങ് നടന്നില്ല. കുറച്ചേരൊക്കെ അവിടെ കറങ്ങിയിട്ട് നമ്മൾ നേരെ പിന്നെ തിരിച്ച് പരുന്തുംപാറയാണ് വന്നത്. അപ്പോൾ പരുന്തുംപാറ വന്നപ്പോൾ ഉള്ള വ്യൂ ആണിത്. സമയം ഏകദേശം 5:30 ആയിട്ടുണ്ട്. നല്ല ചെറിയൊരു മഴച്ചാട്ടിലുണ്ട്. നല്ലൊരു ഫീൽ, നല്ല കിടിലൻ വൈബ് തന്നെയാണ് ഇപ്പോൾ. ഇവിടെ നടന്ന് മേളിലോട്ട് പോകുമ്പോഴുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. എന്തായാലും കോടയൊക്കെ ഇറങ്ങി നല്ല കിടിലൻ ക്ലൈമറ്റ് ഉണ്ട്. ബാക്കിൽ കാണിച്ചു തരാം. ബാക്കിൽ പിന്നെ മേളിൽ നിന്നിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. റൈറ്റ് സൈഡിൽ പക്ഷേ പാറയൊക്കെ ഉണ്ടെന്നുള്ള അവിടെയൊക്കെ വണ്ടിയൊക്കെ ആൾക്കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേളിലൊക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ കടകളും അങ്ങനെ സംഭവങ്ങളാണ്. നല്ലൊരു കിടിലൻ ഫീൽ ചെയ്യുന്നു. നമ്മൾ വന്ന സമയം കറക്റ്റാണ്. ചെറിയൊരു മഴച്ചാട്ടിലും കോടയൊക്കെ ഇറങ്ങി നല്ല കിടിലൻ വ്യൂ ആണ് കേട്ടോ. പോകണം. നമ്മൾ ലാസ്റ്റ് സ്പോട്ട് പരുന്തുംപാറയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പം ചെറിയ മഴച്ചാട്ടിൽ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. കിടിലൻ വൈബായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി ഇവിടെ നേരെ ട്രിവാൻഡ്രം പോകണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.